പറയണോ? ദേവസി, കുന്നന്താനം ദേവസി, അവനാ ആ പെങ്കൊച്ചിനെ ഇവിടെ എത്തിച്ചേ. കാലങ്ങളായി താൻ നടത്തിക്കൊണ്ടുവരുന്ന വ്യവസായ ശൃംഖലയുടെ ആഴവും പരപ്പൊന്നും അല്ല എനിക്കിപ്പോ അറിയേണ്ടത്. കാഞ്ഞിരപ്പള്ളിയിലെ ഐസക് പണിക്കരുടെ വീട്ടിൽ പിറവത്തുകാരി ആഷ്ലി ജേക്കബ് എങ്ങനെ എത്തി? ഇനി എന്നെ ഉപദ്രവിക്കരുത്, എല്ലാം ഞാൻ പറയാം. പീഡനത്തിലും പെൺവാണിഭത്തിലും ഒക്കെ പെട്ടുപോയ പെങ്കൊച്ചുങ്ങളെ എന്നെ പോലുള്ളവർ പ്രത്യേകം നോട്ടമിടാറുണ്ട്. കസ്റ്റമേഴ്സിനിടയിൽ അവർക്ക് നല്ല ഡിമാൻഡാണ്. അതുകൊണ്ട് ആ കേസും പൊക്കാറും ഒക്കെ ഒതുങ്ങിയപ്പോൾ ആ പെങ്കൊച്ചിനെ കാണാൻ ഞാനവിടെ വീട്ടിൽ പോയത്. പക്ഷേ അന്ന് അവൾ എന്നെ ആട്ടിയിറക്കി. എന്നാൽ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ ഒരു ദിവസം അവൾ എന്നെ ഫോണിൽ വിളിച്ചു, കാണണമെന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് പറഞ്ഞതാ ശരി. ആകെ മുങ്ങിയ പിന്നെന്ത് കുളിര്. അത് ഞാൻ ഈ ലോകം ഇത് എത്ര കണ്ടതാ. അന്ന് എന്നെ ആട്ടിയിറക്കി വിട്ടെങ്കിലും എറയത്ത് തൂക്കിയിട്ടിരുന്ന കലണ്ടറിൽ എന്റെ മൊബൈൽ നമ്പർ എഴുതിയിട്ടിരുന്നത് ഇപ്പൊ കൊച്ചിന് ഉപകാരമായില്ലയോ? അതാണ് ദേവസി. ദേ, ഇനിയെല്ലാം കൊച്ചിന്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടേക്കുക. കച്ചവടക്കാരിവിടെ കച്ചവടക്കാര്, രാഷ്ട്രീയക്കാരിവിടെ രാഷ്ട്രീയക്കാര്, ഇനി അതല്ല വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് വേണേ അവര്. കൊച്ചു ചോദിക്കുന്ന കാശ് ഞാൻ മേടിച്ചു തരും. പിന്നെ പലർക്ക് വേണ്ടി ഞാൻ അവളെ വിളിച്ചു, ഒക്കെ വലിയ വലിയ ആളുകൾ. പക്ഷെ അവരുടെയൊക്കെ ബയോഡാറ്റ കേൾക്കുമ്പോൾ തന്നെ ആളെ ബോധിച്ചില്ല എന്നും പറഞ്ഞ് ഒഴിയുകയായിരുന്നു അവളുടെ സ്ഥിരം പതിവ്. അങ്ങനെ ഇരിക്കെ ഒരു പ്രതീക്ഷയും ഇല്ലാതെയാ ഐസക് സാറിൻ്റെ കാര്യം ഞാൻ അവളോട് പറഞ്ഞ്. സാറിനെ കുറിച്ച് പറഞ്ഞതും കൂടെ വരാമെന്ന് അവൾ ചാടിക്കേറി അങ്ങ് സമ്മതിച്ചു. ഏതാണ്ട് ഞാനിത് പറയാൻ കാത്തിരുന്ന മാതിരി. അങ്ങനെ ഞാൻ അവളെയും കൊണ്ട് ഇന്നലെ ഐസക് സാറിൻ്റെ അടുത്തേക്ക് പോയി. താൻ പോയില്ലേ? അയ്യോ ഇല്ല. എങ്ങനെയുണ്ട് സ്റ്റഫ്? ഒരു നോക്ക് കണ്ടല്ലേ ഉള്ളൂ. താൻ നാളെ വരുമ്പോ പറയാം. എന്റെ അറിവിൽ മനസ്സോടെ കൊച്ചു നല്ലപ്പോഴാ. ലോകത്തെ ഏറ്റവും മാന്യമായ ഏർപ്പാടാണ് ഈ പണിയെന്ന് സാറൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കണേ. എന്നാ ഞാൻ പോയിട്ട് നാളെ വെളുപ്പിനൊന്നും വരണ്ട. ഒരു 11-11:30 പതിയെ വന്നാ മതി. അപ്പൊ ആളെ ശരിക്കങ്ങ് ബോധിച്ചു എന്നർത്ഥം. ഒന്ന് പോടും. പിന്നെ താൻ എപ്പോഴാ ഐസക്കും ആഷ്ലി മരിച്ച വിവരം അറിഞ്ഞത്? ഇന്ന് രാവിലെ ഐസക് സാറിന്റെ ബംഗ്ലാവിന്റെ മുന്നിൽ വെച്ച്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ നിറയെ പോലീസും ജനങ്ങളുമായിരുന്നു. വിവരമറിഞ്ഞ് ഞാൻ ഉടനെ തന്നെ ഇങ്ങ് തിരിച്ചു പോരുകയും ചെയ്തു. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നേരല്ല എന്ന് തെളിഞ്ഞ തന്റെ അന്ത്യകൂദാശ ഞാൻ ഇവിടെ നടത്തും. മനസ്സിലായടോ? കബീർ സർ, ഈ പുണ്യാത്മാവിന്റെ തിരുവസ്ത്രം ഉരിഞ്ഞു വാങ്ങിച്ച് എടുത്ത് ലോക്കപ്പിലോട്ടിട്ടോ. നാളെ കോടതിയിൽ ഹാജരാക്കാനുള്ളതാ സർ. ഐസക്കിന്റെയും ആഷ്ലിയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഉള്ളിൽ പൊട്ടാഷ്യം സയനൈഡ് ചെന്ന് മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ്. ഡെഡ് ബോഡികൾ കടന്നിരുന്ന അതേ റൂമിൽ നിന്നും കണ്ടെത്തിയ ഈ ലിപ് ഗ്ലോസ് കുപ്പിയിലും ഉണ്ടായിരുന്നത് പൊട്ടാഷ്യം സയനൈഡ് തന്നെ ആയിരുന്നുവെന്ന് ലാബ് ടെസ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ട്. ഗവൺമെന്റിൽ നിന്നും കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയ ആഷ്ലി അവിടെ നിന്ന് ഐസക്കിന്റെ ബംഗ്ലാവിൽ എത്തിയത് വരെയുള്ള വിവരങ്ങൾ ദേവസി തന്ന മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. പക്ഷേ പിന്നീട് നടന്ന കാര്യങ്ങൾക്ക് സാക്ഷികളില്ല, അനുമാനങ്ങളേ ഉള്ളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ എന്ന നിലയിൽ എന്താണ് ഇക്കാര്യത്തിൽ നിങ്ങളുടെ അസംഷൻ? പറയാം സർ. ദേവസി പോയി. അവനെ പറഞ്ഞുവിടാൻ ഞാൻ പെട്ട ഒരു പാട്. എന്തൊരു ഒരുക്കം ഇത്. പൊന്നും കൂടത്തിന് എന്തിനാ ഇത്രമേൽ പൊട്ട്?
വിഷം പുരട്ടി ഒരു ചുംബനത്തിലൂടെ എതിരാളിയുടെ ജീവൻ എടുക്കുന്ന പെണ്ണ്. കഥയിലും നോവലിലും ഒക്കെ വായിക്കാൻ കൊള്ളാം. ബട്ട് ഇൻ റിയൽ ലൈഫ് വിശ്വസിക്കാൻ ഒരല്പം പ്രയാസമുണ്ടാകും സർ. പക്ഷെ ഞാനീ പറഞ്ഞത് വെറുമൊരു അസംഷൻ മാത്രമാണെങ്കിലും ഇത്തരം ഒന്നിലേക്ക് ഞാൻ എത്തിയതിന് ചില റീസൺസുമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് ഐസക്കും ആഷ്ലിയും തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ആഷ്ലിയെ ഐസക്കിന്റെ വീട്ടിലെത്തിച്ച് വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ദേവസി അവിടെ നിന്ന് മടങ്ങിയത്. മരണങ്ങൾ സംഭവിച്ചിരിക്കുന്നത് 6:30-നും 7-നും ഇടയ്ക്ക്. അതായത് ദേവസി പോയി ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ മരണങ്ങൾ സംഭവിച്ചിരുന്നു. ഡെഡ് ബോഡികളിലോ അവ കിടന്നിരുന്ന റൂമിലോ എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷമോ ബലപ്രയോഗമോ നടന്നതിന് തെളിവുകളുമില്ല. കുറച്ചു മുമ്പ് സാറ് ചോദിച്ചില്ലേ ഇങ്ങനെ ഒരു പെണ്ണോ എന്ന്? അതെ. ഇവിടെയാണ് ഈ കേസിനെ ഇതിനു മുമ്പ് നടന്ന മറ്റ് 2 സംഭവങ്ങളുമായി ലിങ്ക് ചെയ്യേണ്ടി വരുന്നത്. മോഡസ് ഓപ്പറാൻഡിയിൽ മാത്രം വ്യത്യാസമുള്ള സമാനമായ 2 ഇൻസിഡന്റ്സ്. ബാലഗംഗാധരൻ ദക്ഷ, സാം ജോർജ് മോനച്ചൻ, രണ്ടും സൂയിസൈഡ് കില്ലിംഗ്സ്. ഒരുപക്ഷെ കുറ്റകൃത്യങ്ങളുടെ ലോക ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഫോമാറ്റ് ഇതാദ്യമായിട്ടാകും. സ്വന്തം ശത്രുവിനെ പരസ്പരം കൈമാറിയുള്ള ഒരു പക തീർക്കൽ. ആഷ്ലിക്ക് വേണ്ടി അവളുടെ ശത്രുവായ ബാലഗംഗാധരനെ ദക്ഷ വകവരുത്തിയപ്പോൾ ദക്ഷയുടെ ശത്രുവായ ഐസക്കിന്റെ ജീവനെടുത്ത് ആഷ്ലിയും അവളുടെ ഭാഗം ഭംഗിയാക്കി. ഇതേ ഫോർമാറ്റിൽ ചിന്തിച്ചാൽ സാം ജോർജ് മോനച്ചൻ ഇൻസിഡന്റും ചെന്നെത്തുക മറ്റൊരു തലത്തിലേക്കാകും. ഇതാണ് മോനച്ചന്റെ ഭാര്യ ലിസിയും ഭാര്യ സഹോദരൻ റോയും. ഇവരെയാണ് മോനച്ചൻ ശത്രുപക്ഷത്ത് കണ്ടിരുന്നതും വകവരുത്തുമെന്ന് സുഹൃത്തുക്കളടക്കം പലരോടും പറഞ്ഞിരുന്നതും. എന്നാൽ ഇവരെ രണ്ടുപേരും ഇന്നും ജീവിക്കുന്നു. ഒരുപക്ഷെ ദക്ഷ എരിഞ്ഞടങ്ങിയിട്ടും ഒരല്പകാലത്തേക്ക് കൂടി ഐസക് പണിക്കർ ജീവിച്ചതുപോലെ. എന്നുവെച്ചാ ഈ സീരീസിൽ ഇനിയും? അതെ സർ. തെളിവുകളൊന്നുമില്ലെങ്കിലും തൽക്കാലം നമ്മൾ അങ്ങനെ ചിന്തിച്ചേ മതിയാകും. നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ആ കൃത്യം നടത്തുക ഈ സാം ജോർജിന്റെ ഏതെങ്കിലും ശത്രുക്കളാവില്ലേ? എക്സാക്ട്ലി സർ. പക്ഷെ ആ ശത്രു ആരെന്ന് കണ്ടെത്താനും അയാളെ ജീവനോടെ പിടികൂടാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്തിനായിരുന്നു ഇങ്ങനൊരു മൂവ്മെന്റ് എന്നും ഇനിയും എത്ര പേർ കൂടി ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നുവെന്നും നമുക്കറിയാൻ സാധിക്കും. ബട്ട് അതിനു മുമ്പ് നമ്മൾ അറിയേണ്ടത് മറ്റൊന്നാണ്.